ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിപ്പോ കൂടുതലുണ്ടല്ലോ. അത് സാരമില്ല. 2 തക്കാളി കൂടുതൽ തന്നെന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല. ഇതിലേക്കിട്ടോ. 1 കിലോ വെണ്ടയ്ക്ക കൂടി. അല്ല, ഇതിപ്പോ കിലോക്ക് എന്താ വില? കിലോയ്ക്ക് 35 രൂപ. 35 രൂപയോ? കഴിഞ്ഞ ആഴ്ച 33 ആയിരുന്നല്ലോ. ഞാനല്ലേ ഇത് കൂട്ടുന്നേ. ആര് കൂട്ടിയാലും 35 കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? 35 തന്നെ എടുത്തോട്ടാ. വില പേശാനൊന്നും നിക്കണ്ട, ചേട്ടൻ 35 തന്നെ എടുത്തോ. സാറിന്റെ വീട്ടിലേക്കായിരുന്നോ? അതെ. എടുക്കാൻ വരട്ടെ. 1 മിനിറ്റ്. അതെ, പുള്ളി പറയുന്ന വിലക്ക് സാധനം വാങ്ങാൻ തന്റെ കയ്യിൽ പൈസയുണ്ടോ? ഉണ്ട്. അതല്ലേ ആ വിലക്ക് എടുക്കാൻ പറഞ്ഞത്. കൂടുതൽ പൈസ ഉണ്ടെങ്കിലേ അത് ഇങ്ങോട്ട് തന്നേരെ. സാറ് ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എല്ലാം ചേട്ടൻ പറയുന്ന വില തന്നെ. സാറോ? എവിടുത്തെ സാറ്? അപ്പൊ ഈ സാറുകളി എല്ലാവരുടെയും മുമ്പിലും ഉണ്ടല്ലേ? സഞ്ജയും കാണിക്ക്. സഞ്ജയൊക്കെ കാണിക്കാം. അത് പക്ഷേ ഈ സാറ് പറഞ്ഞ വില ഞാൻ തരില്ല. ഈ മാഡം പറഞ്ഞ വിലക്കാണെങ്കിൽ ഓക്കെ. ഈ നിസ്സാരം 2 രൂപയ്ക്കൊക്കെ താൻ എന്തിനാ തർക്കിക്കുന്നത്? കൃഷിക്കാരുടെ ബുദ്ധിമുട്ടുകൾ തനിക്ക് അറിയാത്തതുകൊണ്ടാ. എന്ത് കഷ്ടപ്പെട്ട ഇതൊക്കെ കൃഷി ചെയ്തെടുക്കുന്നറിയോ? സാറിപ്പൊ പറഞ്ഞ നിസ്സാരം 2 രൂപയുണ്ടല്ലോ, ഈ കടയിൽ നിന്ന് ഒരു 5 സാധനം വാങ്ങിയ 10 രൂപയായി. ആ 10 രൂപയ്ക്ക് ഒരു നാരങ്ങ വെള്ളം കിട്ടും. അപ്പോ ആർക്കൊക്കെ ഗുണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കടയിലെ സാധനം വിറ്റുപോയ ചേട്ടന് ഗുണമുണ്ടായി. 2 രൂപ വിറ്റ ഗുണം എനിക്ക്. ആ പൈസ കൊണ്ട് നാരങ്ങ വെള്ളം കുടിക്കുമ്പോ അതിന്റെ ഗുണം ആ കടയിലെ ചേട്ടന്. ഇപ്പൊ മനസ്സിലായോ? ഇത് മാത്രമല്ല, വില പേശി വാങ്ങിയാലേ കഴിക്കാൻ രുചിയും കൂടും. സ്വന്തം അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാ. അപ്പൊ ചേട്ടാ 33 എടുത്തോ. എന്തെങ്കിലും കാണിക്കും. ഹലോ ചന്ദ്രാമേ. അവരെ കണ്ടോ സർ? കണ്ടു. വെജിറ്റബിൾ ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൂട്ടിക്കൊണ്ടു വന്നേക്കാം. ശരി എന്നാ. ശരി. ചേട്ടാ ഇതും കൂടി. എടുത്തോ. അപ്പൊ എല്ലാം കൂടെ 327 രൂപ. ഇത് 20 രൂപയല്ലേ ഉള്ളൂ, ബാക്കിയോ? 3 രൂപ ചില്ലറ ഇല്ലാത്തോണ്ടാ. ഓ അങ്ങനെയാണോ? എങ്കിൽ സാരമില്ല.